ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആര്യ ചേച്ചി, യെസ് മീനു, നമ്മുടെ ജഡ്ജസ് ചോയ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. റെഡി അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. 3 പേര് റെഡി അല്ലേ? റെഡി. ഓക്കെ, പാട്ട് പാടാൻ എത്തുന്നത് നമ്മുടെ ജഗത് കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം ജഗത് കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ ഹലോ. ജഗത് കുട്ട, ഹായ്. നീ എക്സൈറ്റഡ് ആണോടാ ജഡ്ജസ് ചോയ്സിൽ പാടാൻ? എക്സൈറ്റഡ് ആണ്. ഇഷ്ടമാണോ ഈ റൗണ്ട്? നല്ലൊരു പേടിയുണ്ടോ? ആരൊക്കെ എന്തൊക്കെയായിരിക്കും തരാന്ന്? ചെറിയൊരു ഭയം. പേടിയൊന്നുമല്ല, ഒരു ഭയം. അതെ, ഭയമാറ്റാൻ നമുക്ക് ആര്യക്കുട്ടിയെ വിളിക്കാം. പ്രോഗ്രസ് റിപ്പോർട്ട് ഒക്കെ അറിയണ്ടേ നമുക്ക് നോക്കാം. ആര്യ ചേച്ചി, വെൽക്കം. ജഗു, എന്ത് തോന്നുന്നു ഈ റൗണ്ടിലെത്തിയിട്ട്? പേടിയുണ്ടോ? കുറച്ച്. എന്താണ് പേടി? ഇതിപ്പം മത്സരം കുറച്ചും കൂടി മുറുകി വന്നില്ല, അപ്പൊ ചെറിയൊരു പേടി. അതിന്റെ ഒരു പേടിയുണ്ട് അല്ലേ? ഇത്ര നാള് ഉഴപ്പി നടക്കായിരുന്നല്ലോ നമ്മൾ, ഇനി അത് പറ്റില്ലല്ലോ എന്നൊരു പാട്ടൊക്കെ പഠിച്ചു വേണം പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പ്രോഗ്രസ് കാർഡ് കാണാം. 35 പാട്ട് പാടിയല്ലേ ആര്യ ചേച്ചി? യെസ്, 35 പാട്ട് പാടിയതില് 4 പാട്ടിന് മധുര മഴ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജഗുന്. അതെ, യെസ്. ഇനി 100s അതിന്റെ കൂടെ നമുക്ക് സ്റ്റാർ ഒക്കെ ആഡ് ചെയ്യണം. ഓക്കെ, അതിന് വെയിറ്റിംഗ് ആണേ. യെസ്. അപ്പൊ ഈ പാട്ടിൽ നമുക്ക് എന്തായാലും സ്റ്റാർ വരുത്താൻ പറ്റണം. ഓക്കെ, ഷുവർ. എന്നാ നമുക്ക് ഇനി സെലക്ട് ചെയ്യാം ഒരാളെ. ജഡ്ജസ് ചോയ്സിലോട്ട് പോവാം. റെഡി? ജഡ്ജസ് ചോയ്സ്. ഒരാളെ പറഞ്ഞു പറഞ്ഞു. ഉണ്ണിയങ്കിൾ. ഓക്കെ, എന്തുകൊണ്ടാണ് ഉണ്ണിയങ്കിൾ? ഞാൻ ഇവിടെ ആദ്യമായിട്ട് 100 കിട്ടിയ ഉണ്ണിയങ്ങളുടെ പാട്ട് പാടിയിട്ടാണ്. ആ, പിന്നെ ഉണ്ണിയങ്ങളുടെ കുറെ പാട്ട് പാടിച്ച് എനിക്ക് കുറെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ തമിഴ് റൗണ്ടിനും ഉണ്ണിയങ്ങളുടെ പാട്ട് തന്നെ പാടിയ. അപ്പൊ ഒരു ഫേവറേറ്റ് ആളാണ്. യെസ്, ഉണ്ണിയങ്കിൾ എന്താ ഏത് റൗണ്ടാ തരുന്നെന്ന് നോക്കാവേ. കമോൺ ഉണ്ണിക്കാറ്റ്. അത് വിളിക്കാനിട്ടോ. മുദ്രകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ കാര്യം പറയുന്നുണ്ട്. മാജിക്കൽ മെലഡീസ്. പണിയൊന്നും തരാത്തതിന് താങ്ക് യു. ഉണ്ണിയങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യാ, പണി വല്ല ആണോ? അപ്പൊ ഇതിൽ ഏത് പാട്ടാടാ? പഞ്ചവർണ്ണക്കുളിരെ പാലാഴിക്കടൽ. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ ഇനി ജഗത് കുട്ടൻ പോയി മാജിക്കൽ മെലഡിക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ ജഗത് കുട്ടൻ പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പറയാണ്, താഴെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് എല്ലാവരും നമ്മുടെ ജഗത് കുട്ടന് വോട്ട് ചെയ്യാട്ടോ. ഓൾ ദി ബെസ്റ്റ് ജഗു. താങ്ക് യു. കലകണം കേട്ടോ. ആദ്യത്തെ 5 സ്റ്റാർ ഇന്ന് അടിക്കണം. യെസ്. വരുമോ കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചോരും മൊഴി തരുമോ പാടിത്തരുമോ, മുന്നാഴി മുത്തുണ്ട് മൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാതിൽ പൂരം കാണാം, മാനുണ്ട് മയിലുണ്ട് മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ കാണാം, പഞ്ചവർണ്ണക്കുളിരെ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചോരും മൊഴി തരുമോ പാടിത്തരുമോ. കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടുകേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും, പാട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ
തിരി തെളിച്ചു. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനം എഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേളിക്കാറ്റേ, ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേച്ചോരും മൊഴി തരുമോ, പാടിത്തരുമോ. എത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെന്മാരിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശത്തില്ലയിൽ കൂടൊരുക്കാൻ. ഊരെല്ലാം കാണില്ലേ, ഉദയങ്ങൾ തഴുകില്ലേ, ഉണരുമ്പോൾ കണി കാണാൻ മണിദീപം തെളിയില്ലേ. ഒരു ജന്മം ഞാനും നേടി നിന്നെ പോലെ, ഇനി നീ എൻ ജീവിത സായുജ്യമാകൂ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേച്ചോരും മൊഴി തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, മൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേച്ചോരും മൊഴി തരുമോ, പാടിത്തരുമോ. സൂപ്പർ. ജഗത് സാർ എന്തോ നന്നായി പാടാൻ പറ്റിയോ എന്ന് തോന്നുന്നു. എന്ന് തോന്നുന്നു. സൂപ്പറായി പാടിയെന്ന് എനിക്കും തോന്നുന്നു. ഓക്കെ, Okay. നമുക്ക് ചോദിച്ചു നോക്കാം. ചെയ്യിക്കാം. ജഗു, എന്തോ പഞ്ചവർണ്ണ കുളിരിൽ ഒരു പഞ്ചുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, നല്ല പഞ്ചായിരുന്നു, ആ. രസമുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ചരണത്തിൽ പല സ്ഥലങ്ങളിലും നീ പാട്ട് പാടിയോ പാട്ട് പറഞ്ഞോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഓക്കെ, പാട്ട് നമ്മൾ പറയുന്നില്ലേ, ഇപ്പോ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിത്തെളിച്ചു, നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനം എഴുതണ്ടേ, താലിപ്പൂ, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ലേ, അതുപോലൊരു ഫീലായി പോയി ആ. ആ ഭാഗമൊക്കെ പാടിയപ്പോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് പാടി തീർക്കാൻ വേണ്ടി പാടിയ പോലുള്ള ഒരു സംഭവം ഫീൽ ചെയ്തട്ടാ. അത് ഇതുവരെ ജഗ്ഗുവിനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ആ. ജഗത് കിഷോര ചന്ദ്രശേഖര, എന്തോ വൈ ദിസ് സെലക്ഷൻ ഓഫ് സോങ്? യെസ്, അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാ ഈ പാട്ട് സൂപ്പർ പാട്ടാണ്, പക്ഷെ ജഗ്ഗുവിനെ പറ്റിയ പാട്ടല്ലാന്ന് തോന്നുന്നുണ്ട്. ആ. ഉണ്ണിച്ചേട്ടനും അതേ അഭിപ്രായം തന്നെ Yes. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ആ. അപ്പൊ സോങ് സെലക്ഷൻ ഇനി മുതൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു പ്രീ ക്വാർട്ടറിലാണ് നിൽക്കുന്നത്. ആ. അടുത്ത ക്വാർട്ടർ, പിന്നെ സെമി, പിന്നെ ഫിനാലെ, അല്ലെ? 3 സ്റ്റേജും കൂടെ ഇനി മൊത്തം ഉള്ളൂ. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല കേട്ടാ ജഗ്ഗു. ഓക്കെ, റിസ്ക് എടുത്ത് ഞാൻ ഒരൊറ്റ കേട്ടാ, റിസ്ക് എടുക്കാൻ പാടില്ല. കഴിഞ്ഞ ഒരു പാട്ടിന് ഞാൻ ഇതുപോലെ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കും ഓർമ്മയുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആ. അത് ഓർക്കുക, വല്ലപ്പോഴും അല്ല, ഓർക്കുക എപ്പോഴും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് അത് പറയുന്നതൊന്ന് പാട്ടിന്റെ കൂട്ടിലോട്ടതൊന്ന് ഒതുക്കി തരാമോ? നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനം എഴുതണ്ടേ. കുറച്ചുകൂടെ മ്യൂസിക് വേണം. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനം എഴുതണ്ടേ. കുറച്ചുകൂടെ ഭാവം. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനം എഴുതണ്ടേ. പറഞ്ഞൂടാത്ത ആളല്ല കേട്ടാ. കള്ളാ, എന്തിങ്ങനെ പാടാത്ത? അത് അതിന്റെ ഒപ്പാവുമ്പോ
കുറച്ചൊരു ബ്രെത്ത് കിട്ടുന്നില്ല അല്ലേ അതിന്റെ കൂടെ വരുമ്പോ. അടുത്ത ചരണത്തിലുള്ളത് ഊരെല്ലാം കാണില്ലേ ഉദയങ്ങൾ തഴുകില്ലേ ബാക്കിയുള്ളത് ഉണരുമ്പോൾ കണി കാണാൻ മണിദീപം തെളിയില്ലേ പിന്നെ ഒരു ജന്മം ഞാനും നേടി നിന്നെ പോലെ ഇനി നീ എൻ ജീവിത സായുജ്യമാകൂ. ഇനി നീ എൻ ജീവിത സായുജ്യം എന്നൊക്കെയാണ് പുള്ളി പറയണത്. അവിടെ അത്രയും സായുജ്യം കിട്ടിയോ? കുറച്ചുകൂടെ മെലഡി. ഇനി നീ എൻ ജീവിത സായുജ്യമാകൂ. നീ എന്നുള്ളത് കുറച്ച് സ്ട്രെയിൻ ആണല്ലേ? ശ്രുതി കുറച്ചാ അതും പ്രശ്നമാണ്. ബേസ് കിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇടയിലാണ് തൃശങ്കൂലാണ് നിക്കണേ. അതാണ് നമ്മുടെ പ്രശ്നം. കിഷോര ചന്ദ്രശേഖര, എന്തോ ഇത് ശ്രദ്ധിച്ചേ മതിയാവും, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, റൈറ്റ്. ജഗത് കിഷോർ, എന്തോ ഞാനും അതന്നെയാണ് സംസാരിച്ചിവിടെ. എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നത് പോട്ടെ, അവനവനെ ഇംപ്രസ് ചെയ്യുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്താൽ നന്നായിരിക്കും. ഈ പാട്ടിനോട് മോനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കരുത്. ഈ പാട്ട് മോനെ റേഞ്ച് വൈസ് ഒരു തീരെ കംഫർട്ടബിൾ അല്ല. ബേസ് പാടുമ്പോഴും ഹൈ പാടുമ്പോഴും ഒന്നും ഇംപ്രസീവ് അല്ല. പെട്ടെന്ന് നമ്മളെയൊന്നും ഇഷ്ടപ്പെടുത്തുന്നില്ല പാട്ട്. പാട്ട് നല്ലതായിട്ടല്ല, നന്നാവാഞ്ഞിട്ടല്ല, ആ പാട്ടിൽ മോൻ്റെ വോയിസും റെൻഡീഷനും ഒന്നും ഒരു ഇരിക്കുന്നില്ല. എനിക്ക് ആ കൂടി ഇഷ്ടമായ ഒരു സ്ഥലം 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ, അനുപല്ലയുടെ എൻ്റെ അവിടെ മാത്രമേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ. ഗോട്ട് ദ പോയിന്റ്. ഗുഡ്. ജഗ്ഗു, ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? വേണ്ട. ഓക്കെ, എന്താണ് മനസ്സിലാക്കിയത് അപ്പോ? ഈ പാട്ട് എനിക്ക് പറ്റിയ സെലക്ഷൻ അല്ല. യെസ്. അപ്പൊ അതിന്റെ കൂടെ ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ വോയിസിന് പറ്റിയ പാട്ട്, നല്ല പാട്ടാ, നമ്മുടെ വോയിസിന് പറ്റിയ, നമ്മുടെ വോയിസിന്റെ റേഞ്ചിന് പറ്റിയ പാട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് നെയിൽ ചെയ്യാൻ പറ്റും. ഈ പാട്ട് ഞാൻ പാടിയാൽ ഇതെനിക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന പാട്ടുകൾ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്, കേട്ടോ? ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം ബുദ്ധിപൂർവം എന്ത് ചെയ്യും? പാട്ട് സെലക്ട് ചെയ്യും. നമ്മള് അടുത്തടുത്ത് വരികയാണ്. ഇന്നത്തെ മാർക്ക് പറയട്ടെ. അടുത്ത റൗണ്ടില് ഇതിലും ഗംഭീരമായി പെർഫോം ചെയ്യണം എന്നുള്ള പ്രോമിസ് എനിക്ക് തരണം. ചെയ്തേ പറ്റൂ. മിടുക്കനായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ. അപ്പൊ ജഗ്ഗുവിന്റെ ഇന്നത്തെ മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. ജഗത്കുട്ട, അടുത്ത പ്രാവശ്യം പറഞ്ഞൊക്കെ ശ്രദ്ധിച്ച് അമ്മയുടെ അച്ഛനൊക്കെ ആലോചിച്ച് നല്ല ഡിസിഷൻ ഒക്കെ എടുത്ത് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വേദിയില് ഒരു ചെറിയ വലിയ ആള് വരാൻ പോവാണ്. ഒരു മാലാഖയാണോ? അതെ, ഒരു മാലാഖയാണ്. ഒരു കുഞ്ഞു മാലാഖ. പക്ഷെ വർത്താനത്തിൽ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന അത്ര വലിയ മാലാഖയാണ്. ഈ മനുഷ്യനാണോ ഉണ്ണിമേനോൻ എന്ന് അത് തന്നെ, ഈ മനുഷ്യനാണോ ഉണ്ണിമേനോൻ എന്ന് ചോദിച്ച ഒരു മാലാഖയാണ്. ഓ, ഒരു മാലാഖയുടെ വായിന്ന് വരേണ്ട വർത്താനാണോ അത്? ഉണ്ണിപ്പൂച്ചയുടെ ആരായിട്ട് വരും? ഉണ്ണിപ്പൂച്ചയുടെ അടുത്ത സുഹൃത്താണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഗിഫ്റ്റ് കൊടുത്തു കണ്ടില്ലേ? അപ്പൊ എന്റെ ഗിഫ്റ്റ് അവിടെ കൊണ്ടുവരാൻ മറന്നുപോയോ മോനെ? എന്റെ അടുത്താണോ മോനെ? മറന്നുപോയോ മോനെ? ഒരു 5-6 തെറ്റൊക്കെ അങ്കിളിലും പറ്റൂലേ? എന്ത് ഗിഫ്റ്റ് ആയിരുന്നു അത്? അത് എംജങ്ങളോട് പറഞ്ഞു നോക്ക്. എന്ത് ഗിഫ്റ്റ് ആയിരുന്നു എംജങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞത്? ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അത് വീട്ടിലുണ്ട്. ഉണ്ടോ? അത് സർപ്രൈസ് ആണ്. അത് എടുക്കാൻ മറന്നുപോയി. അത് എടുക്കാൻ യാമിക്കുട്ടി കഷ്ടായി പോയി. കൊണ്ടുവരാം കേട്ടോ. പണങ്ങല്ലേ നമുക്ക് വഴക്ക് പറയിപ്പിക്കാം. അതെ, എംജെ അങ്കിളുടെ ചേട്ടനാ. ഹലോ പറ. ഹലോ. ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ല എന്ന് പറ. ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ല പറഞ്ഞു പറ്റിക്കുന്നു. സുന്ദരി ഉണ്ടല്ലോ, പുതിയ ഉടുപ്പാണോ? ഒരാഴ്ച കൊണ്ട് മുടി വളർന്നോ? ഇത്രയും വളർന്നോ? അതെങ്ങനെ? അത് പൊട്ട് ഇഡലി കഴിച്ചിട്ട്. പുട്ട് ഇഡലി കഴിച്ചാ മുടി വളരോ?
പിന്നെ വളരും, ഫുഡ് കഴിച്ചാലും വളരും. വളരോ? ഒന്ന് ഉറങ്ങി എണീക്കണം. അതെ, ഞാൻ നാളെ പുട്ട് ഇഡലി കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി രാവിലെ അടിച്ചു നോക്കുമ്പോൾ ഇത്രയും ഇത്ര മുടി. മീനുട്ടിയാണെങ്കിൽ 10 വർഷമായിട്ട് ഇത് കഴിച്ചോണ്ടിരിക്കുക. പുട്ടും ഇഡലിയും ഒക്കെ. എന്നിട്ട് എത്ര വളർന്നു? അതെ, അങ്ങനെ പുച്ഛിക്കാൻ വേണ്ടട്ടോ, നമുക്കുണ്ട്. ഞാൻ കഴിക്കാവേ അടുത്ത ദിവസം. അല്ലല്ല, കഴിച്ചാൽ മാത്രം പോരാ, കഴിച്ചിട്ട് ഉറങ്ങി ഉറങ്ങി എണീക്കണം. അതാ പ്രശ്നം. അതാണ് വ്യത്യാസം. സ്കൂളിൽ നിന്ന് വിസിലടിച്ചപ്പോൾ റീമ മാം പറഞ്ഞു ആരാണ് ഇവിടെ ക്ലാസ്സിൽ വിസിലടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ജഗന്നാഥനാന്ന് പറഞ്ഞു. അപ്പൊ യാമി എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലാസ്സിൽ നിന്ന് വഴക്കുണ്ടാക്കി. അപ്പൊ മിസ് അവനെ കൊണ്ട് ചൂടടുപ്പിച്ചു. അവന് പറ്റിയില്ല, എന്നെ കൊണ്ട് ചൂടടുപ്പിച്ചു. എനിക്ക് അപ്പൊ മിസ് പറയുന്നത് യാമി കള്ളത്തരം പറയാ, ഞാൻ നിന്റെ അമ്മേനോട് പറയുന്നു. ഒരു ഗുണ്ടേനെയാണ് കേട്ടോ നമ്മള് വളർത്തിക്കൊണ്ടിരുന്നത്. അവനെ കൊണ്ട് വിസിലടിപ്പിച്ച് വിസിലടിച്ച് എങ്ങനെയാണ് ഒന്ന് കാണിച്ചേ. സംശയമില്ലടാ, യാമിക്കുട്ടിയാണ്. വിസിലടിക്കാൻ പറ്റുമോ? ഓ, ഒരു പക്ഷി സങ്കേതത്തിൽ പോയ പോലെ. യാമിക്കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യട്ടെ. ചെയ്യാൻ പറ്റുമോ? പോരാ, അത് ചെയ്യാൻ പറ്റും എനിക്ക്, പക്ഷെ ഇത് ചെയ്യാൻ പറ്റൂല. ആ ഓക്കെ. അപ്പൊ വിസിലടിച്ച് പിടിച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്താ? പ്രാക്ടീസ് ചെയ്ത്. ഏത് പാട്ടാണ്? ആറ്റുമണൽ പായയിൽ ഒരു സംഗതി ഇപ്പൊ കേട്ടല്ലോ, എന്താണ്? സംഗീതം നൽകിയെന്ന് പറയണ്ടേ പാട്ടില്? അതല്ല, ഒരു സംഗതി കേട്ടല്ലോ ഇപ്പൊ പാട്ടിന്റെ അത് ഏതായിരുന്നു? പായയിൽ ഒരു സംഗതി വന്നല്ലോ. ആറ്റുമണൽ അത് അന്തിവേൽ ചാഞ്ഞനാൾ. ചാഞ്ഞനാൾ. ഓക്കെ. എത്ര ദിവസം എടുത്ത് ഈ പാട്ട് പഠിക്കാൻ? 12 ദിവസം എടുത്തു. 12 ദിവസം ആണോ ചേച്ചി? 4 ദിവസം. 4 ദിവസം. അതാണ് നമ്മുടെ യാമിക്കുട്ടി. 4 12 ആവും. എല്ലാവരുടെയും പറഞ്ഞ ഐഫോൺ ഇല്ലേ, അത് കൊണ്ടുവരാൻ മറന്നുപോയി. അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. ഓ, എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന് പറഞ്ഞാല് പട്ടം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മാത്രം ഐഫോൺ കൊണ്ടുവന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. അപ്പൊ ഗിഫ്റ്റും അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവരാം, യാമിക്കുട്ടി ഐഫോൺ കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ പാടിക്കോ. ശരി, പാട്ടിന്റെ അത് വേണ്ട, അത് പറയട്ടെ, അത് പറയണം. പാടിയത് എന്റെ മുത്തുമണിലാലങ്കിൽ. പിന്നെ ലിറിക്സ് എഴുതിയത് അല്ല, സംഗീതം നൽകിയത് രതീഷ് വേഗ. ലിറിക്സ് എഴുതിയത് പി. ഭാസ്കരൻ. റഫീഖ് അഹമ്മദ്. സിനിമയുടെ പേര് ഓട് കൊച്ചേ ഓട്, ഐ മീൻ റൺ ബേബി റൺ. ഓട് കൊച്ചേ ഓട്, റൺ ബേബി റൺ. ഓട് യാമി ഓട്. ഓട് യാമി ഓട്. ഓക്കെ. പിന്നെ വർഷം 2012. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് യാമിക്കുട്ടി. താങ്ക് യു.
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരു ആറ്റുമണൽ എക്സ്ട്രാ. തീർന്നു പോയോ പാട്ട്? ആണോ? അതെന്താ 10-20 പ്രാവശ്യം പാടിയിട്ടുണ്ട് ആറ്റുമണൽ. നിക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ട്രെയിൻ പോലെ. പാടിയോ? ഇത് തീർക്കാൻ തീരെ താല്പര്യമില്ല. സുഷു ലാസ്റ്റ് പല്ലവി എക്സ്ട്രാ പാടിയില്ലേ? ആ ഇനിയും പാടാൻ പോയി, അവര് നിർത്തില്ല. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഏയ് ആമിക്കുട്ടി താങ്ക് യു. കൊറേ പ്രാവശ്യം പാടിയല്ലോ ആറ്റുമണൽ. ഞാൻ 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിരുന്നു. ഓ, അപ്പൊ 5 പ്രാവശ്യം പാടും. മീനൂട്ടി പറഞ്ഞ കേട്ടോ, ടോപ്പ് ബാൻഡ് നിർത്തിയില്ലെങ്കിൽ ആമിക്കുട്ടി ഇനിയും പാടിയേനേന്ന്. അതെ, അത്ര ഇഷ്ടമായി ആമിക്കുട്ടിക്ക്. എനിക്ക് അത്രയൊന്നും ഇഷ്ടമായില്ല. അങ്കിൾക്ക് ഇഷ്ടമാണ്, ആമിക്കുട്ടിക്ക് ഇഷ്ടമാണ്. 2 പേർക്കും ഇഷ്ടമായി അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്താ വെച്ചാ അവസാനത്തെ ആറ്റുമണൽ അതും കൂടെ നമുക്ക് ടോപ്പ് ബാൻഡ് വായിക്കണമായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പൊ നിങ്ങൾ ചെയ്താണ് തെറ്റ്. തെറ്റ്. ഈ ഒരു എപ്പിസോഡ് ഫുൾ ഒറ്റപ്പാടിൽ ഒതുക്കണായിരുന്നു. യാമിക്കുട്ടി അവർക്ക് തെറ്റിപ്പോയാ? 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ടായിരുന്നു. എന്താ സുഷു ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം വായിക്കണ്ടേ? കണ്ടോ, സുഷു സോറി പറഞ്ഞു യാമിക്കുട്ടിയുടെ അടുത്ത്. എല്ലാ വരികളും എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായി. നല്ല വ്യക്തമായിട്ട്. അക്ഷരസ്ഫുടതയല്ലേ? ഭയങ്കര അല്ല സംഗതി ഇവിടെയാണ്. പിന്നെ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ കൈ ഇങ്ങനെയാ, അത് വരുന്നതിന്റെ തയ്യാറെടുപ്പ്. എന്നിട്ട് കൈ ഇങ്ങനെ നോക്കും. വേറെന്തോ പാടിയല്ലോ, എത്രയോ മാറിപ്പോയി പാടിയല്ലോ. എങ്ങനെയായിരുന്നു അത്? മാറിപ്പോയി. അതുപോലെ മാല നീ ഓർത്തുവോ? അമ്പോ മിടുക്കി കേട്ടോ, മിടുക്കി. അവിടെ എത്തിയടാ, ടോപ്പിൽ എത്തിയട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ പാടിയില്ലേ നീരൊഴിഞ്ഞ വെൺമണലിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടാ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ മാറി മാറി വരും കേട്ടോ, ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും കേട്ടോ. ലാലങ്കുള്ള ഭയങ്കര ഇഷ്ടാ. ഇഷ്ടാണല്ലോ. ഇന്നലെ ലാലേട്ടാ ആ പാട്ട് കിട്ടിയതല്ലേ, അതുപോലെ ഇന്നും ആറ്റുമണൽ പായൽ ലാലങ്കള് പാടിയ പാട്ടടുപ്പേക്ക് കിട്ടിയ. ആണോ? ലാലങ്കളുടെ ഏത് സിനിമ കണ്ടിട്ടുണ്ട്? ലാലട്ടന്റെ പുലിമുരുകൻ. പിന്നെ പുലിയെ പിടിക്കും ലാലങ്കള്. പുലിയൊക്കെ പിടിക്കും. ആ സിനിമ കണ്ടിട്ടുണ്ട്. പുലിയെ ഇഷ്ടമാണോ? ആ, നമുക്ക് വീട്ടിൽ വളർത്താമോ? വീട്ടിലൊന്നും ഇല്ല, എന്റെ കാട്ടിലുണ്ട്. കാട്ടിലേക്ക് പക്ഷെ പുലി നോക്കാൻ അറിയൂല. വീട്ടിലില്ല, കാട്ടിലുണ്ട്. അതെന്താണ് പുലി? അത് ലാലങ്ങൾ എങ്ങനെയാണ് പുലിമുരുകനായിട്ട് നിൽക്കുന്നത്? എങ്ങനെയാ മിനിങ്ങുന്ന ചെരുപ്പ്? ഇഷ്ടപ്പെടാന്ന് ചോദിച്ചു. മിടിമിടിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പാടിയത്. ആ സോഫയിൽ ഇരിക്കുന്ന അങ്കിളിനെ വിടണ്ട അല്ലേ നമുക്ക്? ഞാൻ അങ്കിളിനെ കുട്ടി എന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ കൊണ്ടുപോകും. ഇനി കിട്ടൂല കേട്ടോ, അതിന് യാമിക്കുട്ടി കൊണ്ടുപോവാ അങ്കിളിനെ. അങ്കിളെ തരൂല 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 തരൂലെങ്കിൽ ആറ്റും വിളിച്ച് എനിക്ക് പേടിയാട്ടോ. എന്ന് കൊണ്ടുപോക്കിയോ? വരുന്നാ വരാം. അല്ല, ഉണ്ണിക്കാരനോട് ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? പാട്ട് ഇത് ചോദിക്കാനുണ്ട്. യാമിക്കുട്ടി പാടിയാ ഞങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയാ, എങ്ങനെയൊക്കെ ആസ്വദിക്കേണ്ടെന്ന് അറിയില്ല. ഈ പാട്ട് കഴിയരുതേ എന്ന് ഇങ്ങനെ തോന്നും എപ്പോഴും. അത്ര സുഖല്ലേ കേൾക്കാൻ, കാണാൻ മാത്രല്ല കേൾക്കാനും ഭയങ്കര സുഖ. വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണോണ്ടേ ഭയങ്കര സുഖ. ചെയ്യാലോ? എങ്ങനെ ഇരുന്ന് ഉണ്ണിമേനോൻ മനുഷ്യനാ. നമുക്ക് അയ്യോ, എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ മീനുട്ട. യാമിക്കുട്ടി ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് അനങ്ങാതെ നിന്ന് പാട്ട് പാടുന്നത്. ഞാൻ ഇന്നത് കണ്ടു. അപ്പൊ ഇനി ഒരു മഴ പെയ്യിപ്പിച്ചാലോ? മിഠായിലൊന്നും ഒതുങ്ങില്ല. നമുക്കൊരു മഴ പെയ്യിച്ചാലോ ഉണ്ണിക്കാറ്റ്? ഇനിയിപ്പോ അതേ രക്ഷയുള്ളൂ. അങ്ങനെ വരട്ടെ നമ്മുടെ യാമിക്കുട്ടിക്ക് ഒരു മധുര മഴ.
എന്തോ ഇടയ്ക്കൊരു ചാടാനുള്ള ടെൻഡൻസി ഉണ്ട് നമുക്ക്. ഇതിലെടുക്കണ്ടേ? വേഗം എടുത്ത് 10 വരെയാണ്. 1 2 3 4 5 6 7 8 9 10. Tata, see you. ഏ ഇല്ല.